മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് മഴ പെയ്യുന്ന സമയം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നാണ്. പ്രാർത്ഥിക്കുവാൻ പത്തദബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്, മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. അള്ളാഹു ഞമ്മക്കെല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ, ആഖിബത്തിനെ നന്നാക്കി നല്ല മരണം നൽകട്ടെ. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വെച്ച് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആഉ അശിരിൻ ലം യുറദ്ദ റബ്ബുനാ വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ. 10 ആൾക്കാരുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയൂല എന്നാണ്. 10 മനുഷ്യന്മാരെ ദുആഉ അശിരിൻ, 10 ആളുകളുടെ ദുആ ലം യുറദ്ദ റബ്ബുന, നമ്മുടെ റബ്ബ് തട്ടിക്കളയൂല. വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ, അതിൽ ഒന്നാമത്തേത് ആലിമിന്റെ ദുആ തട്ടിക്കളയൂല എന്നാണ്. വരുന്ന 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി മദ്രസയിലെ മുഅല്ലിം ഡേ ആണ്. എല്ലാ വർഷവും മുഅല്ലിം ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും. ഉസ്താദുമാരെ കുറിച്ച് പറയാനും മദ്രസയെ കുറിച്ച് പറയാനും മദ്രസക്ക് വേണ്ടി മുൻകാലത്ത് ഖിദ്മത്തെടുത്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുമൊക്കെയുള്ള ദിവസമാണ് മുഅല്ലിം ഡേ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു സ്ഥലത്ത് ഒരു മദ്രസയുടെ 60-ാം വാർഷികത്തിന് പോയി. അപ്പോ അവിടെ ഇതേമാതിരി പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസ ഒരു പഴയ മദ്രസ ഒക്കെ പൊളിച്ച് പുതിയതാക്കി 60 കൊല്ലമായി മദ്രസ തുടങ്ങിയിട്ട്. 60-ാം വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എല്ലാം ഉള്ള പരിപാടിയാണ്. അവിടുത്തെ സംഘാടകരായ ചെറുപ്പക്കാര് കുട്ടികള് 60 കൊല്ലത്തിനിടയിൽ ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ പോയി സന്ദർശിച്ചു. അതാണ് 60-ാം വാർഷികത്തിന്റെ പോലെ പ്രധാന പരിപാടി. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, നീച്ച് നടക്കാൻ പറ്റുന്നവരൊക്കെ വാർഷികത്തിന് ക്ഷണിച്ചു. നീച്ച് നടക്കാൻ പറ്റാതെ ദണ്ണത്ത് കിടക്കുന്നവർക്കൊക്കെ ഒരു ഹദിയ കൊടുത്ത് 1 കിലോ ആപ്പിളൊക്കെ വാങ്ങിക്കൊടുത്ത് ഫാത്തിഹ ഓതി ദ്വാരപ്പിച്ചു പോന്നു. മരിച്ച ആളുകളുടെ ഖബർ കണ്ടെത്തി പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി. 60-ാം വാർഷികാഘോഷാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. എന്നാളൊരിക്കൽ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളോടല്ല മുതിർന്ന ആൾക്കാരോട് തന്നെ, നിങ്ങളെ 1-ാം ക്ലാസ്സിലെ ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു കണ്ണടച്ച ഒരാളായിരുന്നു പറഞ്ഞു. ഇതൊക്കെയാണ് ഉസ്താദന്മാരെ പറ്റിയിട്ടുള്ള നമുക്കുള്ള അറിവേ. കണ്ണടച്ച ആള്, പാലത്തിന്റെ അപ്പുറത്തുനിന്ന് വന്ന ആള്, ഇതൊക്കെയാണ് നമുക്കുള്ള അറിവ്. 1-ാം ക്ലാസ്സിലെ ഉസ്താദിനെ മറന്നാ പിന്നെ നമ്മളൊന്നിനും പറ്റൂല. എന്താ കാരണം? പല്ലും കൂടിയും തേക്കാൻ മടിയുള്ള കാലത്ത് മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ചെന്നപ്പോ കൈയൊടിച്ചിങ്ങാണ്ട് അലിഫ് എന്ന് എഴുതി തന്ന ഉസ്താദാണ് 1-ാം ക്ലാസ്സിലെ ഉസ്താദ്. ആ അലിഫിൽ നിന്നാണ് PhD വരെ എത്തിയിട്ടുള്ളത്. മറന്നാ പിന്നെ എന്തിനാ നമ്മളെ പറ്റാ? അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ എന്ന് പറയുന്നത്. ഏറ്റവും ആദരവ് നൽകേണ്ടതും അവർക്ക് തന്നെയാണ്. ഗുരുവിനെ ആദരിക്കാത്തവർക്ക് 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ അനാദരിച്ചാൽ 3 വിപത്തുണ്ടാകും. ഒന്ന്, അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. 2, ഫൗത്തുർ റിസ്ഖ്, ഭക്ഷണം തടയപ്പെടും. 3, സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. ഈ 3 കാര്യം ഗുരുനാഥന്മാരെ അനാദരിക്കുന്നവർക്കുണ്ടാകുമെന്നാണ്. സാന്ദർഭികമായിട്ട് വന്നതാണ്. മുഅല്ലിം ഡേ 7-ാം തീയതി, അതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ.
ദുആക്ക് ഇജാബത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ ആലിമാണ്. രണ്ടാമത്തേത് മുതഅല്ലിമാകുന്നു. മൂന്നാമത്തേത് യാത്രക്കാരനാകുന്നു. നാലാമത്തേത് നോമ്പുകാരനാകുന്നു. അഞ്ചാമത്തേത് ഹജ്ജ് ചെയ്യുന്നവനാകുന്നു. ആറാമത്തേത് ഉമ്മയെ പ്രത്യേകമായി നോക്കിയവനാകുന്നു. ഉമ്മനെ നോക്കുന്ന ആൾക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇങ്ങനെ 10 പേർക്ക് പ്രത്യേകമായി ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഹദീസുകളിലായി ഓരോരുത്തരായി എണ്ണി പറയുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ടതാണ് ദുആന്റെ മര്യാദകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ മര്യാദ സന്ദർഭം നോക്കണം എന്നതാണ്. ഒന്നാമത്തെ മര്യാദ ദുആന്റെ സന്ദർഭങ്ങൾ നോക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. കൊല്ലത്തില് ഒരു വർഷത്തില് 4 രാത്രികൾ ദുആക്ക് ഇജാബത്തുണ്ട്. ഒന്ന് ശഅബാൻ 15-ന്റെ രാത്രിയാണ്, മറ്റൊന്ന് റജബ് 1-ന്റെ രാത്രിയാണ്, മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാകുന്നു. അഞ്ചാമത്തൊന്നുകൂടി ഉണ്ട്, വെള്ളിയാഴ്ച രാത്രിയാകുന്നു. 5 സന്ദർഭങ്ങളിലെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഒന്ന് ശഅബാൻ 15-ന്റെ രാത്രി ബറാഅത്ത് രാവ്, 2 റജബ് 1-ന്റെ രാത്രി, മൂന്നാമത്തേത് വെള്ളിയാഴ്ച രാവ്, 4 ചെറിയ പെരുന്നാളിന്റെ രാത്രി, 5 വലിയ പെരുന്നാളിന്റെ രാത്രി. ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച രാവും ദുആക്ക് ഇജാബത്തുള്ള റജബ് 1-ന്റെ രാവും ചേർന്ന് വന്ന ദിവസത്തില് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഏത് മനുഷ്യന്റെയും ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് മരണം നോക്കിയിട്ടാണ്. അല്ലാഹു തആല പരിപൂർണ ഈമാനോടുകൂടെയുള്ള മൗത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മളിപ്പോ തോരുന്നത് മരിക്കുമ്പോ ഒരു കെലിമയെല്ലാം കിട്ടാനാണ്, ഒറ്റ കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ മരിച്ചപ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ഒരാളുണ്ട്. പാലക്കാട് ജില്ല നമ്മളെ തൊട്ടടുത്ത ജില്ലയാണ്. ആനക്കരയിൽ ജീവിച്ചിരുന്ന സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇവിടുത്തെ മുദരിസൻ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്നു. അതിന്റെ വാർഷികത്തിന് പോയി. ഞാൻ ഒരിക്കൽ ഈ ഗൂഡല്ലൂരിന്ന് കുറേ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി. അപ്പൊ അവിടെ ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽഖുണ്ട്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത് വരെയും അവിടെ കൊല്ലത്തിലൊരിക്കൽ വാർഷികത്തിന് വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചാപ്പനങ്ങാടി ബാപ്പുസ്താദിന്റെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നു. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്. യാദൽ ജലാലി വല്ലിക്റാമുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂമുണ്ട്, കുറച്ച് സലാത്തുണ്ട്. മക്കളെ വിളിച്ച് പേരക്കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽഖ നടത്തി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു മനുഷ്യന്റെ വഫാത്താണ് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സന്ദർഭങ്ങളെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത്. സമയം നോക്കണം, സന്ദർഭം നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴ പെയ്യുന്ന സമയത്തുള്ള ദുആ എന്ന് പറയാനാണ് ഈ കാര്യം പറഞ്ഞത്. ദുആന്റെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അദബാണ് ദ്വാരക്കാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നോക്കണം. ദുആ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ ദുആ ചെയ്യണം. പെരുന്നാൾ ദിവസം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇങ്ങനെ. അതുകൊണ്ട് എല്ലാ അദബുകളെയും പരിഗണിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. ദുഃഖത്തിന്റെ ഏക പരിഹാര മാർഗം ദുആയാണ്. വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ഏറ്റവും വലിയ പരിഹാര മാർഗമാകുന്നു
ദുആ എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, 3 ചോദിച്ചതിന് കൂലി തരിക. ദുആന്റെ ഇജാബത്ത് 3 എണ്ണാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക. പടച്ചോനെ എന്റെ പെരപ്പണി പൂർത്തിയാക്കി തരണേ, 1ാമത്തെ ഇജാബത്ത് പൂർത്തിയാക്കി തരിക. 2ാമത്തെ ഇജാബത്ത് അതിനേക്കാൾ ഖൈറായത് തരിക. പൂർത്തിയായതൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയൊരു സ്ഥലം നല്ലൊരു പേരും വേറെ കിട്ടി, അതൊരു ഇജാബത്താണ്. 3ാമത്തൊരു ഇജാബത്തുണ്ട്. ചോദിച്ചത് അതേമാതിരി തരാന് അള്ളാനെ തന്നെ വേണമെന്നൊന്നുമില്ല, കാദറാജിനെ കൊണ്ടും പറ്റും. മുപ്പരത്ത് പൈസ ഉണ്ട്, 1000 റുപ്യ ചോദിച്ചു വേടുത്തു തന്നു. ചോദിച്ചതിനേക്കാൾ നന്നാക്കി തരാന് അംസക്കുട്ടിയാജിനെ കൊണ്ടും പറ്റും. അതേ സമയത്ത് ചോദിച്ചതിന് കൂലി തരാൻ അള്ളാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ദുആയിൽ പ്രതീക്ഷിക്കേണ്ടത് 3ാമത്തതാണ്. അത് അള്ളാനെ കൊണ്ട് മാത്രം പറ്റുന്നതാണ്. ദ്വാരനേന് കൂലി തരാ എന്ന് പറയണത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദ്വാരക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നത്. പടച്ചോനെ എന്താ കാട്ട റബ്ബേ, 5 നേരം സുബഹി നിസ്കരിച്ചിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല, ദ്വാരക്കന്നെ എന്നിട്ട് തീരുന്നില്ല. അപ്പുറത്തെ മറ്റോണ്ടല്ലോ, ഓനെ കേക്കോട്ടുന്തിയാ പടിഞ്ഞാട്ടുന്തിയാലും കേക്കോട്ടുക്ക് മറിഞ്ഞിട്ടേ വിഗുള്ളൂ. ഓന് തട്ടുമല തട്ടിട്ടു. എന്തിനാ റബ്ബേ എന്നെ ഇങ്ങനെ ആക്കണത് എന്ന് തോന്നല് മാറണമെങ്കിൽ ദുആന്റെ ഇജാബത്ത് 3 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാവണം. 1 ചോദിച്ച മാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, 3ാമത്തത് ചോദിച്ചതിന് കൂലി തരിക. അതിനാണ് ശരിക്കും അള്ളാഹു തരാൻ ആവശ്യമുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ദുആന്റെ ഏറ്റവും വലിയ ഇജാബത്ത്. ഇങ്ങളെന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്നോട് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ചോദിച്ചോളി ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തരാനുള്ളോൻ പറഞ്ഞതാണ്. തരുന്ന് പറഞ്ഞാൽ തരുണോൻ പറഞ്ഞ തന്നെയാണ്. നിങ്ങളെന്നോട് ചോദിച്ചോളി ഞാൻ തരാന്ന്. പിന്നെന്താ പ്രശ്നം? ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല, ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ല, ഓന് തോന്നുമ്പോ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വിചാരം ഞമ്മക്ക് തോന്നുമ്പോ തരാന്നാ ഓൻ പറഞ്ഞത് എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. അവന് തോന്നുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തരാന്ന് പറഞ്ഞാൽ തരും. അതുകൊണ്ട് ദുആന്റെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി ദ്വാരക്കണം. ദുആഇന്റെ എല്ലാ അദബുകളെയും മനസ്സിലാക്കണം, എല്ലാ മര്യാദകളെയും മനസ്സിലാക്കണം. ചില ആളുകളുടെ ദുആ ചില ആളുകൾക്ക് പ്രത്യേകം ഇജാബത്തുണ്ടാവും. ഉസ്താദുമാരുടെ ദുആ ശിഷ്യന്മാർക്ക് പ്രത്യേകം ഇജാബത്തുള്ളതാണ്. മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് പ്രത്യേകമായി ഇജാബത്തുള്ളതാണ്. ഉസ്താദിന്റെ ദുആ ശിഷ്യന്മാർക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. നമ്മളെ മുമ്പൊക്കെ വയതിന്റെ ഒക്കെ മുന്നേ ബുർദ ബൈത്ത് ചെല്ലും. ആമിൻ തദക്കുരി ജിഹ്റാനിൻ ബിസലമി മാ സജത ദമ്മൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ രചനയാണ് ബുർദ ബൈത്ത് എന്ന് പറയുന്നത്. ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ ഖബർ ഉള്ളത് ഈജിപ്തിലാണ്. ബൂസൂരി ഇമാമിന്റെ ഖബറിന്റെ ഏകദേശം അടുത്തായി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഖബറുണ്ട്. അബുൽ അബ്ബാസുൽ മുർസി എന്നാണ് ഉസ്താദിന്റെ പേര്. അവിടെ ഏറ്റവും അറിയപ്പെട്ട ഖബർ അബുൽ അബ്ബാസുൽ മുർസിയുടെ ഖബറാണ്, ഉസ്താദിന്റെ ഖബറാണ്. അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ലോകത്തറിയപ്പെട്ടിരുന്ന വലിയൊരു വലിയായിരുന്നു. ഷാദുലി ത്വരീഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖുമായിരുന്നു അബുൽ അബ്ബാസുൽ മുർസി. വലിയ കറാമത്തിന്റെ ഉടമയാണ്. ഒരിക്കലേ ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് വലിയൊരു കച്ചവടക്കാരൻ ഒരു കപ്പൽ നിറയെ അടിമകളെ ഈജിപ്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ പെട്ടെന്ന് അപകടമുണ്ടായി. കപ്പൽ തകരാനൊരുങ്ങി. കപ്പൽ പൊളിഞ്ഞ് വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നമായി.
ആ സമയത്ത് കച്ചവടക്കാരൻ മനസ്സിലൊരു നേർച്ച ചെയ്തു, ഈ കപ്പൽ രക്ഷപ്പെട്ട് അടിമകൾ കരയിലെത്തിയാൽ അബുൽ അബ്ബാസുൽ മുർസിക്ക് ഒരു അടിമയെ കൊടുക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുമ്പോ മനസ്സിലുള്ളത് യാഖൂത്തുൽ അർശ് എന്ന് പറഞ്ഞൊരു അടിമണ്ട്, ആ അടിമനെ കൊടുക്കാം എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. കപ്പൽ രക്ഷപ്പെട്ടു, കപ്പൽ ഈജിപ്തിലെത്തി, കരയിലെത്തി നോക്കുമ്പോ ഈ യാഖൂത്തുൽ അർശ് എന്ന് പറഞ്ഞ കൊടുക്കാൻ വിചാരിച്ച ആളെ അടിമന്റെ മേത്ത് ശരീരത്തിൽ മൊത്തം ചൊറി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ചൊറിയുള്ള അടിമനെ കൊണ്ടേ കൊടുക്കാനാവില്ല എന്ന് കരുതിയിട്ട് വേറൊരു അടിമനെ കൊണ്ടുപോയിട്ട് അബുൽ അബ്ബാസുൽ മുർസിന്റെ അടുത്തേക്ക് ചെന്നു. കണ്ടേക്കിന് തന്നെ അബുൽ അബ്ബാസുൽ മുർസി പറഞ്ഞു, ഈ അടിമനല്ലല്ലോ എനിക്ക് തരാൻ കരുതിയത്, കരുതി അടിമനെ കൊണ്ടുവരാറ്. അതിന് മുമ്പ് അങ്ങോട്ട് തന്നെ പോയിട്ട് ചൊറിയുള്ള അടിമനെ കൊടുന്നു, യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കൊടുന്നു, അടിമനെ കൊടുന്നു എടുത്തു. അബുൽ അബ്ബാസുൽ മുർസി ആ അടിമയെ മോചിപ്പിച്ചു സ്വതന്ത്രനാക്കി. യാഖൂത്തുൽ അർശ് അബുൽ അബ്ബാസിന്റെ ശിഷ്യനായി മാറി. അബുൽ അബ്ബാസുൽ മുർസി വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ ശാദുലി ത്വരീഖത്തിന്റെ ഖലീഫയായത് ഈ യാഖൂത്തുൽ അർശാണ്. അബുൽ അബ്ബാസുൽ മുർസിയുടെ ഖബറിന്റെ തൊട്ടടുത്ത് യാഖൂത്തുൽ അർശിന്റെ ഖബറുണ്ട്. യാഖൂത്തുൽ അർശിന്റെ അബുൽ അബ്ബാസുൽ മുർസിയുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ജീവിതകാലം മുഴുവൻ ഉസ്താദിന് ഖിദ്മത്തെടുത്തു. അവസാനം ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ശിഷ്യനോടൊരു ചോദ്യം ചോദിച്ചു, മോനെ, നിനക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം ബൂസൂരി പറഞ്ഞു, എനിക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതണം. ആ കവിതയെ ഖിയാമത്ത് നാൾ വരെ മറ്റൊരാൾ മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് ഒരു കവിത എഴുതണം. ആ കവിതയെ മറികടക്കുന്ന ഒരു കവിത ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ മറ്റൊരാൾ എഴുതാൻ പാടില്ല എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ അബുൽ അബ്ബാസുൽ മുർസി ദ്വാരന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതാണ് ബുർദ ബൈത്ത് എന്ന് പറഞ്ഞത്. അനുബന്ധമായ കുറെ കാര്യങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പറയാത് ഗുരുനാഥന്മാരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മളെ ഉസ്താദുമാരെ ഗുരുനാഥന്മാരെ ഓർമ്മയില്ല. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇൽമു പഠിച്ച ആളാണ് മഹാനായ സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 4000 ഉസ്താദുമാർ കേട്ടോ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരില്ല. മര്യാദക്ക് ഒരു 4 ഉസ്താദുമാര് നമുക്കില്ല. 4000 ഉസ്താദുമാരുടെ ഗുരു ശിഷ്യനായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കി ദുൽഹിജ്ജ മാസത്തിലാണ്. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയായത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഇപ്പൊ നമ്മൾ ദുൽഹിജ്ജയിലല്ലേ, ഈ ദുൽഹിജ്ജ മാസം രചന പൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം എടുത്തു. ഈ കിതാബുമായി മദീനയിലെ റൗള ഷരീഫിന്റെ അടുക്കൽ ചെന്നു നിൽക്കുക. അങ്ങനെ നബി തങ്ങൾ യഖ്ളത്തിലോ ഉണർച്ചയിലോ ഉറക്കിലോ എന്നെ വിളിക്കുമ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗള ഷരീഫിലേക്ക് സലാം പറഞ്ഞു കയറണം. അതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനമായി തീരുമാനിച്ചത്. അങ്ങനെ സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗള ഷരീഫിന്റെ പരിസരത്ത് ചെന്ന് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ദിവസങ്ങളോളം നിന്നു. നബി തങ്ങൾ വിളിച്ചില്ല. വിളിച്ചാലേ കയറുള്ളൂ, കയറിയിട്ടേ മടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ചു. വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ, കയറിയിട്ടേ നാട്ടിക്കൊള്ളൂ എന്ന് തീരുമാനിച്ച് അവിടെ നിന്നു. അവസാനം നബി തങ്ങൾ വിളിച്ചു. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗള ഷരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറി. അന്ന് ഇമാം ബുഖാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയാണ് മദീനയിലെ റൗളയുടെ അടുത്ത് കാണുന്ന
മസ്ജിദുൽ ബുഖാരി എന്ന് പേരായ പള്ളി. ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മഹാനായ അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു 4 മദ്ഹബുകളിലെ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ വീടിന്റെ നേരല്ല, ഉസ്താദിന്റെ നേരല്ല, ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടിയിരുന്നില്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീട് കഴിഞ്ഞ് ആയിക്കോട്ടെ, എനിക്ക് വെള്ളം കുടിക്കാനുള്ള സമയക്കാർ അതെന്നാ മനസ്സിലാണ്. താലിമ്യങ്ങളൊക്കെ വന്നിരിക്കും. റെഡി? കേൾവിക്കാർ റെഡി ആയാലേ ഞാൻ റെഡി ആവുള്ളൂ. റെഡി? ഒരായത്തുൽ കുർസി ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇവിടെ നോക്കല്ലാരും. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. അത്രയും വലിയ ആദരവും ബഹുമാനവും ഗുരുവിന് നൽകിയിരുന്നു. പറയേണ്ടായ കാരണം പിന്നെ ഗുരുനാഥന്മാരോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദുആന്റെ ഇജാബത്തും ദുആന്റെ മര്യാദകളും ഗുരുനാഥന്മാരുടെ ഉസ്താദന്മാരുടെ ദുആ ശിഷ്യന്മാർക്ക് വലിയ ഫലമുള്ളതായിരിക്കും. ഇതുപോലെ മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് വളരെ ഫലമുള്ളതാണ്. നമ്മളിങ്ങനെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളുടെ ദുആയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമ്മാന്റെ ദുആയാണ്. നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു എന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിലുണ്ട് മഹാനവറുകൾ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു. ഉമ്മ ദോരന്ന് 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 കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ കണ്ട് ഇൽമു പഠിക്കാനുള്ള അവസരമുണ്ടായി. ഇമാം ബുഖാരിയുടെ ബാക്കിൽ ഉമ്മാന്റെ ദുആണുണ്ടായി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മാന്റെ ദുആയാണ് കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോവര്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആ കിട്ടിയതാണ്. ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അമ്പിയാക്കൾ വരെയുണ്ട്, അമ്പിയാക്കൾ വരെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉമ്മാന്റെ ദുആ കിട്ടിയിട്ടുണ്ടെന്ന് കാണാം. ഈസ നബി അലൈഹി ഇസ്ലാമിന് ഉമ്മാന്റെ ദുആ കിട്ടിയതാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പാക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല. ഉമ്മാന്റെ ദുആയാണ് മൂസ നബിക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാല് മാതാപിതാക്കളുടെ ദുആ കിട്ടിയതാണ് എന്ന് കാണാം.
അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ വളരെയധികം ഫലപ്രദമാണ്. എല്ലാവരും ദ്വാരക്കണം.